9th standard in Maths, 3rd chapter, page 58-59 questions. First question, draw a right triangle and draw the perpendicular from the midpoint of the hypotenuse to the base. Prove that this perpendicular is half the vertical side of the larger triangle. ഇവിടെ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് ലാർജ് ട്രയാങ്കിളിൻ്റെ വെർട്ടിക്കൽ സൈഡിൻ്റെ ഹാഫ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് ഫിഗറിലോട്ട് വരാം. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി, പി ക്യു പെർപെൻഡിക്കുലർ ടു എ ബി, ദെൻ ബി സി പെർപെൻഡിക്കുലർ ടു എ ബി അല്ലേ. ഇനി നമുക്ക് എന്തറിയാം? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തു വരുന്ന ലൈൻ എന്ന് പറയുന്നത് തേർഡ് സൈഡിന് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും, ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ പി ക്യു പാരലൽ ടു ബി സി, പി ക്യു ഈക്വൽ ടു ഹാഫ് ബി സി എന്ന് എഴുതാം. ഓക്കെ, നമുക്കിതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്? ദ ഡിസ്റ്റൻസസ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടനസ്. ഏതാണ് ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്? പി ആണ്. ഇതിൽ നിന്നും എന്താ പറഞ്ഞിരിക്കുന്നത്? മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടനസ് ടു ദ 3 വെർട്ടീസസ്. ഏതൊക്കെയാണ് വെർട്ടീസസ്? എ ബി സി അല്ലേ. ഇതിലേക്കുള്ള ഡിസ്റ്റൻസസ് എന്താണ്? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഏതൊക്കെയാണ്? അപ്പോൾ എ പി ഈക്വൽ ടു പി സി ഈക്വൽ ടു പി ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. ഇതിൽ നമുക്ക് എന്തറിയാം? എ പിയും പി സിയും ഈക്വൽ ആണെന്ന് നമ്മൾ ഓൾറെഡി അറിയാം അല്ലേ. എ പി ഈക്വൽ ടു പി സി എന്താ കാരണം? പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ഇനി നമുക്ക് എന്താ പി ബിയും കൂടിയും നോക്കിയാൽ മതി അല്ലേ. ഇതിന് ഈക്വൽ ആണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുക. ഏതൊക്കെയാ? ട്രയാങ്കിൾ എ ക്യു പിയും ട്രയാങ്കിൾ പി ക്യു ബിയും എടുത്തു അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? ക്യു മിഡ് പോയിന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എ ക്യു ഈക്വൽ ടു ക്യു ബി അറിയാം അല്ലേ. എന്താ കാരണം? മിഡ് പോയിന്റ് ആയതുകൊണ്ട്. ഇനി പി ക്യു എന്ന് പറയുന്നത് എന്താണ്? കോമൺ സൈഡ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതി? പി ക്യു ഈക്വൽ ടു പി ക്യു കോമൺ സൈഡ്. ഇനി എന്താ അറിയുക? പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എന്താണ്? ഈ എ ക്യു പിയും ബി ക്യു പിയും എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇപ്പോൾ എന്താണ്? രണ്ട് സൈഡുകളും ഒരു ആംഗിളും ഈക്വൽ ആണ് അല്ലേ, രണ്ട് ട്രയാങ്കിളിൻ്റെയും. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് സൈഡ് ഏതാ വരുന്നത്? ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? തേർഡ് സൈഡ് ഓൾസോ ഈക്വൽ. ഏതാ? എ പി ഈക്വൽ ടു പി ബി ഈക്വൽ. ഇപ്പം നമ്മുടെ മൂന്ന് സൈഡും വന്നില്ലേ? ഏതൊക്കെയാ? എ പി ഈക്വൽ ടു പി സി ഈക്വൽ ടു പി ബി. Therefore, എങ്ങനെ എഴുതാം? The distances from the midpoint of the hypotenuse to the 3 vertices of the large triangle are equal. തേർഡ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? സർക്കംസെൻറ്റർ ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടനസ് അല്ലേ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ സർക്കംസെൻറ്റർ ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഇതിന് സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ സർക്കംസെൻറ്റർ എന്ന് തെളിയിക്കണം അല്ലേ. അപ്പോൾ എന്താണ് സർക്കംസെൻറ്റർ? അതായത് എന്താണ്? എല്ലാ വെർട്ടീസസിലൂടെയും, ഏതാണ്? എ ബി സി അല്ലേ, എല്ലാ വെർട്ടീസസിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് എന്തെന്ന് പറയുന്നത്? സർക്കിൾ എന്ന് പറയുക. അതായത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഈ എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെർട്ടീസസിലൂടെ അത് കടന്നു പോകണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താണ്? എ പി ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി അല്ലേ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? റേഡിയസ് ആയിട്ട് അല്ലേ. ഇത് റേഡിയസ് ആയിട്ട് പി സെൻറ്ററായിട്ട് എന്തായിട്ടായിരിക്കും? നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും? ഇതിൻ്റെ കൂടെ ഈ വെർട്ടിസിലൂടെ ഈ സർക്കിൾ കടന്നു പോകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആസ് ഗിവൺ എബവ് വി ഹാവ് പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസസ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടനസ് ടു ദ വെർട്ടിസസ് ആർ ഈക്വൽ. Therefore, P is the circumcenter of the triangle and P is the midpoint of the hypotenuse. Second question. ഇവിടെ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എനി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഏത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിലാണെങ്കിലും അതിൻ്റെ സർക്കംസെൻറ്റർ, ഓർത്തോസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ഇത് മൂന്നും സെയിം പോയിന്റ് തന്നെ ആയിരിക്കും എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എന്താണ് ഓർത്തോസെൻറ്റർ, സെൻട്രോയിഡ്, സർക്കംസെൻറ്റർ എന്ന് നോക്കാം. എന്താണ്? ഓൾട്ടിറ്റ്യൂഡുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത്? ഓർത്തോസെൻറ്റർ എന്ന് പറയുന്നത്. ഇനി മീഡിയൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സെൻട്രോയിഡ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സർക്കംസെൻറ്റർ. ഇനി എന്താണ് ഈ മീഡിയൻസ് എന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്?
median line segment that joins a vertex to the midpoint of the opposite side. എന്താണ് ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലത്തെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈന് അല്ലേ, ലൈൻ സെഗ്മെന്റ്, അതാണ് എന്ത് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ, ലൈൻ സെഗ്മെന്റ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ വെർട്ടെക്സ് ആൻഡ് മീറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് അറ്റ് റൈറ്റ് ആംഗിൾസ്. എന്താണ് ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൈറ്റ് ആംഗിൾ വരയ്ക്കണം, അപ്പോൾ കിട്ടുന്നതാണ് എന്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ. ABC എന്ന് പറയുന്ന ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന് ഞാനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? 90 ഡിഗ്രി വരും വേണം, മിഡ് പോയിന്റ് ആവണം അല്ലേ. അതായത് ഈ രണ്ട് സൈഡിനെ ഈക്വലായിട്ട് ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന 90 ഡിഗ്രിയിൽ വരുന്ന ലൈനാണ് അല്ലേ. അപ്പോൾ നമ്മളെന്ത് പറയും, ABCD എന്ന് പറയുന്നത് ABക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടുണ്ട്. ഇനി ഇത് നോക്കി നോക്കിയേ, നമ്മൾ ആദ്യത്തെ ഓർത്തോസെൻറ്റർ എന്താ പറഞ്ഞത്, ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ ഇൻ്റർസെക്ഷൻ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, അതായത് ഒരു വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൈറ്റ് ആംഗിളിൽ അല്ലേ, റൈറ്റ് ആംഗിൾ വരയ്ക്കുന്നത് അല്ലേ, ഇതാണ്. അപ്പോൾ ഈ CD ആണ് ഇവിടുത്തെ എന്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മീഡിയൻ എന്ന് പറയുന്നത് എന്താ വരുന്നത്, മീഡിയൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഈ സെയിം CD തന്നെയാണ് ഇവിടുത്തെ എന്തും മീഡിയനും വരുന്നത്, കണ്ടോ. അപ്പോൾ ഇവിടെ ഈ CD എന്ന് പറയുന്നത് എന്താണ്, മീഡിയനുമാണ്, ഓൾട്ടിറ്റ്യൂഡുമാണ്, പിന്നെന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടറുമാണ്. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 സൈഡും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഈ Aയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാലും BCയിലേക്ക് വരച്ചാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ പ്രത്യേകതകൾ തന്നെയായിരിക്കും എന്തിന് വരിക, ഇവിടെ ഇതേ സെഗ്മെൻറ്റ് ഈ AEക്കും വരിക അല്ലേ. അപ്പോൾ AE എന്ന് പറയുന്നത് എന്തായിരിക്കും, മീഡിയനുമാണ്, ഓൾട്ടിറ്റ്യൂഡുമാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സുമായിരിക്കും അല്ലേ. ഇനി അതേപോലെ ACക്ക് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ വരിക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഇവിടെ BF എന്ന് കൊടുത്തു. അപ്പോൾ BF പെർപെൻഡിക്കുലർ AC എന്ന് പറയുമ്പോൾ ഇതേ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും വരിക അല്ലേ. BF എന്ന് പറയുന്നത് മീഡിയനുമായിരിക്കും, ഓൾട്ടിറ്റ്യൂഡുമാണ്, ദെൻ പെർപെൻഡിക്കുലർ ബൈസെക്ടറുമായിരിക്കും. അപ്പോൾ ഈ മീഡിയനും ഇതെല്ലാതും അല്ലേ, ഓൾട്ടിറ്റ്യൂഡ് 3 ഓൾട്ടിറ്റ്യൂഡ് വരച്ചാലും 3 മീഡിയൻസ് വരച്ചാലും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് 3 വരച്ചാലും എല്ലാം ജോയിൻ വരുന്ന അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ, O തന്നെയാണ് വരിക. ഓക്കെ അല്ലേ. In an equilateral triangle ABC, draw CD perpendicular to AB, then con ADC equal to 90 degree, con BDC equal to 90 degree. The perpendicular from C to AB passes through the midpoint of AB, that is AD equal to BD. Here the line CD is the median altitude and CD is also the perpendicular bisector. Then next draw BF. BF perpendicular to AC. Con CFB equal to 90 degree, con AFB equal to 90 degree. The perpendicular from B to AC passes through the midpoint of AC. Then AF equal to CF. Here the line BF is the median altitude and BF is also the perpendicular bisector. Then draw AE perpendicular BC. Angle CEA equal to 90 degree, angle BEA equal to 90 degree. The perpendicular from A to BC passes through the midpoint of BC, that is BE equal to EC. Here the line AE is the median and altitude and AE is also the perpendicular bisector. Therefore AE, BF, CD intersect at O. AE, BF and CD are the medians, altitudes and perpendicular bisectors. So, O is the circumcenter, orthocenter and the centroid of the triangle. Third question, in the picture below, the medians of the triangle divide it into 6 small triangles.
ഇവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ 6 ട്രയാങ്കിൾസിനും ഈക്വൽ ഏരിയ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ എന്താണ് ട്രയാങ്കിൾ ABCയുടെ മിഡ് പോയിന്റ്സ് ആണ് ഇത് PQR എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിനെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? നമ്മൾ മുൻപത്തെ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സെയിം ബേസും ഓൾട്ടിറ്റ്യൂഡും വന്നിട്ടുണ്ടെങ്കിൽ ഈക്വൽ ഏരിയ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് സെയിം ഓൾട്ടിറ്റ്യൂഡ് ഹാവ് ഈക്വൽ ഏരിയ. അപ്പോൾ ഈ ഇതിലത്തെ ഒരു സെറ്റ് എടുക്കുക. ഏതാണ്? ഈ OAP ആൻഡ് ട്രയാങ്കിൾ OPB എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെന്ത് പ്രത്യേകത? മീഡിയൻ വരച്ചിട്ടുണ്ട് അല്ലേ. മീഡിയൻ എന്ന് പറയുമ്പോൾ ഇത് മിഡ് പോയിന്റ് ആണ് അല്ലേ. P എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആണ് അല്ലേ. അതായത് AP ഈക്വൽ ടു PB എന്ന് വന്നു. അപ്പോൾ ബേസ് ഈക്വലായി. ഇനി OP ഈക്വൽ ടു OP അല്ലേ. രണ്ട് ട്രയാങ്കിളിനും കോമൺ സൈഡാണ്. അപ്പോൾ എന്താണ്? ബേസും ഓൾട്ടിറ്റ്യൂഡും ഇവിടെ എന്താണ്? സെയിം ആണ് അല്ലേ. രണ്ട് ട്രയാങ്കിളും സെയിം ആണ് വരുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളുകൾക്ക് എന്താണ്? ഈക്വൽ ഏരിയ ആണ് വരിക. അപ്പോൾ ഇവിടെ X ആണെങ്കിൽ ഇവിടെയും X ആയിരിക്കും അല്ലേ. ഇനി ഇതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ എടുത്തു. എന്താണ്? OARഉം OCRഉം എടുത്തു. ഇതുപോലെ തന്നെയാണ് വരിക അല്ലേ. എന്താണ്? ഇവിടെയും ഇത് മിഡ് R എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് AR ഈക്വൽ ടു CR എന്ന് വന്നു. അതുപോലെ OR എന്ന് പറയുന്നത് എന്താണ്? കോമൺ സൈഡാണ് അല്ലേ. അപ്പോൾ ബേസും ഓൾട്ടിറ്റ്യൂഡും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ Y ആണെങ്കിൽ ഇവിടെയും ഏരിയ സെയിം ഏരിയ തന്നെ Y തന്നെ ആയിരിക്കും. ഇനി ഇവിടുത്തെ നെക്സ്റ്റ് OBQഉം OQCയും എടുത്തു. ഈ കേസിലും എന്ത് തന്നെയാണ് വരിക? ഇത് മിഡ് പോയിന്റ് Q എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് BQ ഈക്വൽ ടു QC എന്ന് വരും. OQ എന്ന് പറയുന്നത് കോമൺ സൈഡാണ്. അപ്പോൾ ബേസും ഓൾട്ടിറ്റ്യൂഡും സെയിം ആയതുകൊണ്ട് എന്താണ്? ഇതിൻ്റെ ഏരിയാസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ Z ആണെങ്കിൽ ഇവിടെയും Z ആയിരിക്കും. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. Triangle OAP and triangle OBP have same base and altitude, therefore they have equal area. Then triangle OCR and triangle OAR have same base and altitude, therefore they have equal area. Then triangle OBQ and triangle OQC have same base and altitude, therefore they have equal area. ഇനി ഇതിലത്തെ ലെറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ OAP ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ OBP ഈക്വൽ ടു X അല്ലേ. ഇത് X ആണെങ്കിൽ ഇവിടെയും X ആയിരിക്കും. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ OCR ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ OAR ഈക്വൽ ടു Y. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ OBQ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ OQC ഈക്വൽ ടു Z. അപ്പോൾ ഇത്രയും നമ്മൾ ഇവിടെ പിക്ചർ വരച്ചിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി Q is the midpoint of BC. So ABQ and AQC have equal area. അല്ലേ. നമുക്കിപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾ എടുത്തു അല്ലേ. ABQഉം AQCയും. ഈ Q എന്ന് പറയുന്നത് എന്താണ്? BCയുടെ മിഡ് പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ ഈ കേസിലും ഇതിനും എന്തെന്നാണ്? BQ ഈക്വൽ ടു QC വരുന്നുണ്ട്. AQ എന്ന് പറയുന്നത് കോമൺ സൈഡാണ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഈ ഏരിയ ഈ സെയിം ഏരിയ അതായത് ഇപ്പോൾ ഇവിടെ എത്രയാണ്? XZ അല്ലേ. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ സം ഓഫ് X പ്ലസ് സെഡും സം ഓഫ് Y പ്ലസ് സെഡും ഈക്വൽ ആയിരിക്കും അല്ലേ. സെയിം ഏരിയ ആയിരിക്കും. അപ്പോൾ ഇതിന് ഈ കാൽക്കുലേഷനിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Q is the midpoint of BC. So triangle ABQ and triangle AQC have equal area. Area of triangle ABQ equal to X plus Z equal to add ചെയ്യുമ്പോൾ എത്ര കിട്ടും? X plus X 2X plus Z. Area of triangle AQC equal to Y plus Z equal to 2Y plus Z. Then ഇനി ഇത് രണ്ടും ആഡ് എങ്ങനെയാണ്? 2X plus Z ഉം 2Y plus Z ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. 2X plus Z equal to 2Y plus Z. ഇനി 2Xനെ ഇവിടെ നമ്മൾ നിർത്തി. അപ്പോൾ എന്ത് വരും? 2Y plus Z. ദെൻ ഈ പ്ലസ് Z ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് Z ആയി അല്ലേ. അപ്പോൾ Z നിന്ന് Z പോകുമ്പോൾ ക്യാൻസൽ ആയിപ്പോയി അല്ലേ. 0 കിട്ടി. അപ്പോൾ 2X ഈക്വൽ ടു 2Y എന്ന് കിട്ടി. X ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2Yയുടെ അടുത്തേക്ക് എന്ത് വരും? ബൈ 2 എന്ന് വരും. അപ്പോൾ X ഈക്വൽ ടു 2Y ബൈ 2. ദെൻ X ഈക്വൽ ടു അപ്പോൾ 2ഉം 2ഉം എന്തായി? ക്യാൻസൽ ആയിപ്പോയി അല്ലേ. അപ്പോൾ X ഈക്വൽ ടു Y എന്ന് കിട്ടി. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇത്
ഇതുപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾസ് എടുത്ത് നോക്കുക. ഏതാണ്? ഈ ബി ആർ എ എന്ന് പറയുന്നതും ഈ ബി ആർ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്ത് നോക്കുക. ഇതിൻ്റെ മീഡിയൻ അല്ലേ, എ സിയുടെ മിഡ് പോയിന്റ് ആണ് ഇത് ആർ എന്ന് പറയുന്നത്. അപ്പോൾ എ ആർ ഈക്വൽ ടു സി ആർ എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ബി ആർ എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ എന്താണ്? ഈ സി ബി ആറിൻ്റെയും എ ബി ആറിൻ്റെയും ഏരിയാസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഏതാ? എക്സ് പ്ലസ് വൈയും സെഡ് പ്ലസ് വൈയും ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? സെയിം ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാം? ഇതുപോലെ ട്രയാങ്കിൾ ബി ആർ സി ആൻഡ് ട്രയാങ്കിൾ എ ആർ ബി ഹാവ് ഈക്വൽ ഏരിയ അല്ലേ. എങ്ങനെയാണ്? സെഡ് പ്ലസ് വൈ ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ. 2z പ്ലസ് വൈ ഈക്വൽ ടു എക്സ് 2x പ്ലസ് വൈ. ദെൻ 2z നിർത്തുമ്പോൾ y ഇങ്ങോട്ടേക്ക് മൈനസ് വൈ ആവും. അപ്പോൾ വൈയിൽ നിന്ന് y കുറയ്ക്കുമ്പോൾ 0 കിട്ടും. അപ്പോൾ 2z ഈക്വൽ ടു 2x എന്നായി. ഇനി z ഇവിടെ നിർത്തുമ്പോൾ എന്താണ്? 2 എന്നായി അല്ലേ. അപ്പോൾ 2x ബൈ 2, 2ഉം ക്യാൻസലായി പോവും. അപ്പോൾ z ഈക്വൽ ടു എക്സ്. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു അല്ലേ. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എന്ത് കിട്ടിയിരുന്നു? എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സ് വൈക്കും സെഡിനും ഈക്വൽ ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 വി ഹാവ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ്. ദാറ്റ് ഈസ് ഓൾ 6 സ്മൂത്ത് ട്രയാങ്കിൾസ് ഹാവ് ദി സെയിം ഏരിയ.